എടവണ്ണ മണ്ഡലം കോൺഗ്രസ് മഹാറാലി വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് എടവണ്ണയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജമാലങ്ങാടിയിൽ നിന്ന് തുടങ്ങുന്ന റാലിയിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കും. കോൺഗ്രസിന്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള റാലിയിൽ 3000-ഓളം പ്രവർത്തകർ അണിനിരക്കും. ജമാലങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലി എടവണ്ണ സീതി ഹാജി പാലം ചുറ്റി എടവണ്ണ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. തുടർന്നുള്ള പൊതുസമ്മേളനത്തിൽ ഷാഫി പറമ്പിൽ MP, സന്ദീപ് വാര്യർ, PK ബഷീർ MLA, AP അനിൽകുമാർ MLA, VS ജോയ്, ആര്യടൻ ഷൌക്കത്ത് തുടങ്ങിയവർ സംബന്ധിക്കും. എടവണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ ഈ വരുന്ന 22-ാം തീയതി വ്യാഴാഴ്ച വലിയ രീതിയിലുള്ള ഒരു റാലിയും അതുപോലെ തന്നെ പൊതുസമ്മേളനം നടക്കുകയാണ്. എടവണ്ണയിൽ സാധാരണയായി നമ്മൾ 2-3 വർഷക്കാലം കൂടുമ്പോൾ നമ്മുടെ ആളുകളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ ഒരു റാലി സാധാരണ നടക്കാറുണ്ട്. ഈ സമയത്ത് നമ്മുടെ കേരളത്തിലെയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെയും ഒക്കെ ഭരണജനങ്ങൾക്ക് വളരെയധികം വിഷമകരമായ രീതിയിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഒരു മാറ്റം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് എടവണ്ണയിൽ ഈ റാലി നടത്തുമ്പോൾ നമ്മുടെ ഏകദേശം 3000-ഓളം ആളുകളെ ആ റാലിയിൽ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് മണ്ഡലം കമ്മിറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏകദേശം 500-ഓളം വനിതകൾ, ഒരേ യൂണിഫോമിലുള്ള വനിതകളും അതേപോലെ തന്നെ ജവഹർ ബാലമഞ്ചിൻ്റെ യൂണിഫോം അണിഞ്ഞ 250-ഓളം കുട്ടികളും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഉള്ള ആളുകൾ ആ റാലിയിൽ പങ്കെടുക്കും. ഈ റാലിയിൽ നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും നമ്മുടെ പ്രിയങ്കരനായ MP ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഏറനാട് MLA PK ബഷീറും മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ അമരക്കാരൻ VS ജോയിയും KPCCയുടെ ജനറൽ സെക്രട്ടറി ആര്യാട് ഷൌക്കത്തും കോൺഗ്രസിലേക്ക് കടന്നു വന്ന യുവരക്തം കോൺഗ്രസിൻ്റെ വക്താവ് സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. മറ്റന്നാൾ 22-ാം തീയതി മറ്റന്നാൾ വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് അരീക്കോട് റോഡ് ജംഗ്ഷൻ ചെറിയ പാലത്ത് നിന്ന് റാലി തുടങ്ങി എടവണ്ണ പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ച് സീതി ഹാജി പാലത്തിൽ നിന്ന് റാലി ആ ജംഗ്ഷനിൽ വെച്ച് റാലി തിരിച്ച് എടവണ്ണ ബസ് സ്റ്റാൻഡിൽ സമ്മേളനത്തോട് സമാപിക്കുന്ന രീതിയിലാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പരിപാടി എല്ലാ ഒരുക്കങ്ങളും വാർഡ് തലത്തിലുള്ള കൺവെൻഷനുകളും അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മോട്ടോർ റാലിയൊക്കെ ഇതിൻ്റെ പ്രചരണമായി നടക്കുകയാണ്. ഇത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഏകദേശം ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ 3000-ഓളം ആളുകളെ വനിതകളും കുട്ടികളും വിദ്യാർത്ഥിയും യുവാക്കളും തൊഴിലാളികളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയൊരു റാലിയാണ് നടക്കുന്നത്. ഈ റാലി കാണാനും അതോടൊപ്പം തന്നെ എല്ലാ കെട്ടിലും മട്ടിലും ഇതിൻ്റെ ശിങ്കാരി മേളത്തോടും അതുപോലെ തന്നെ ബാൻഡ് എല്ലാ രീതിയിലാണ് ഈ പരിപാടി ഒരു വലിയ എടവണ്ണയിലെ കോൺഗ്രസ്കാരുടെ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഈ റാലി നടത്തുന്നത്. ഈസ്റ്റ് ലൈവ് എടവണ്ണ.